ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും. ഇന്ത്യ 17 വർഷമായി ആവശ്യപ്പെടുന്ന രണ്ടുപേർ. ഇവരിൽ തഹാവൂർ റാണ ഒടുവിൽ ഇന്ത്യയിലെത്തി. മുഖ്യ സൂത്രധാരൻ ഡേവിഡ് ഹെഡ്ലി എന്നെങ്കിലും എത്താനുള്ള സാധ്യത പോലും വിരളമാണ്. 2008 നവംബർ മാസം 26 മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരന്മാർ എന്ന് കരുതുന്നവരാണ് ഹെഡ്ലിയും റാണയും. തഹാവൂർ റാണ ജനിച്ചതും വളർന്നതും പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ സൈന്യത്തിലെ ഡോക്ടറായിരുന്നു. ഇപ്പോൾ പൗരത്വം കാനഡയിൽ. ഡേവിഡ് ഹെഡ്ലിയുടെ പിതാവ് പാകിസ്ഥാൻകാരൻ, മാതാവ് അമേരിക്കക്കാരി. വളർന്നത് പാകിസ്ഥാനിൽ. ഹെഡ്ലിയും റാണയും ഒരേ സ്കൂളിൽ പഠിച്ച സമപ്രായക്കാരും അടുത്ത സുഹൃത്തുക്കളും. ലഷ്കർ ഇ തൈബയുടെ അണിയറ പ്രവർത്തകർ എന്ന് പറയുമ്പോഴും ഇരുവരും പാകിസ്ഥാന്റെ ചാരന്മാർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തെളിവാണ് തഹാവൂർ റാണ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ എന്താണ് തഹാവൂർ റാണയ്ക്ക് ബന്ധം? 2008 നവംബർ മാസം 26 നടന്ന മുംബൈ ആക്രമണം. അതിനുശേഷം 2009 ഒക്ടോബറിലാണ് തഹാവൂർ റാണ അറസ്റ്റിലായത്. പിടിയിലാകുന്നത് ചിക്കാഗോയിൽ വച്ച്. റാണ അറസ്റ്റിലാകുന്നത് മുംബൈ ഭീകരാക്രമണ കേസിലല്ല. ഡാനിഷ് ദിനപത്രമായ ജൈലാൻഡ് പോസ്റ്റണിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്നായിരുന്നു കേസ്. മുംബൈ ഭീകരാക്രമണ മാതൃകയിലായിരുന്നു ഡെൻമാർക്കിൽ ആക്രമണ പദ്ധതി. പ്രവാചകനെ കുറിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതായിരുന്നു പ്രകോപനം. ആസൂത്രണത്തിനു ശേഷം ചിക്കാഗോ വിമാനത്താവളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അറസ്റ്റിലാകുന്നത്. ഹെഡ്ലിയെ അമേരിക്കയിലെ കോടതി 35 വർഷം തടവിന് ശിക്ഷിച്ചു. കൈമാറാൻ കഴിയാത്ത വ്യവസ്ഥകളോടെയാണ് ഹെഡ്ലിയുടെ അറസ്റ്റ് എന്നതിനാൽ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യതകൾ വിരളമാണ്. സ്കൂൾ കാലം മുതൽ സൗഹൃദമുള്ള റാണയും ഹെഡ്ലിയും ഒരേ സമയത്താണ് പാകിസ്ഥാൻ വിട്ടത്. രണ്ടുപേരും ലഷ്കറിന്റെ ആക്രമണ പദ്ധതികളുടെ അമരക്കാരനാകാൻ തീരുമാനിച്ചായിരുന്നു രാജ്യം വിട്ടത്. അതോ പാകിസ്ഥാൻ തന്നെ ഇരുവരെയും അയച്ചതാണോ എന്ന ചോദ്യവും ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. റാണയും ഭാര്യയും പോയത് കാനഡയിലേക്ക്, ഹെഡ്ലി മാതാവിന്റെ സ്ഥലമായ അമേരിക്കയിലേക്കും. ഹെഡ്ലിയുടെ മാതാപിതാക്കൾ അപ്പോഴേക്കും ബന്ധം പിരിയുകയും അവർ വേറെ വിവാഹിതരാവുകയും ചെയ്തിരുന്നു. 2001 കനേഡിയൻ പൗരത്വം കിട്ടിയതോടെ റാണയും കൂടുതൽ സുരക്ഷിതനായി. കാനഡയിൽ വിസ കൺസൾട്ടേഷൻ സ്ഥാപനം നടത്തുകയായിരുന്നു റാണ. ഈ സ്ഥാപനത്തിന് മുംബൈയിൽ ശാഖ തുറന്നാണ് ആക്രമണത്തിന് അരങ്ങൊരുക്കിയത്. 2005 മുംബൈ ശാഖ തുറക്കുന്നത്. ഒരു ഓഫീസ് എടുക്കുകയും ഹെഡ്ലിയെ കൺസൾട്ടന്റായി നിയമിക്കുകയും ചെയ്തു. ഓഫീസിൽ ഹെഡ്ലിയുടെ കീഴിൽ ഒരു ജീവനക്കാരനെ നിയമിച്ചു. പക്ഷേ 2008 പ്രവർത്തനം നിർത്തുന്നത് വരെ ഒരു ഇടപാട് പോലും ഈ സ്ഥാപനം നടത്തിയിട്ടില്ല. ഈ സ്ഥാപനത്തിന്റെ മറവിൽ ഹെഡ്ലി 5 തവണ മുംബൈയിൽ വന്നു മടങ്ങി. താജ് ഹോട്ടൽ വീഡിയോയിൽ പകർത്തി ആസൂത്രകർക്ക് എത്തിച്ചത് ഈ യാത്രകളിലാണ്. ലഷ്കർ നടത്തുന്ന ആക്രമണ പദ്ധതികളെ കുറിച്ച് 2005 തന്നെ റാണയും ഹെഡ്ലിയും ചർച്ചകൾ തുടങ്ങിയിരുന്നു എന്നാണ് അമേരിക്കയിലെ കോടതി കണ്ടെത്തിയത്. താജ് ഹോട്ടലിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഹെഡ്ലി ആദ്യം കാണിച്ചതും തഹാവൂർ റാണയെയാണ്. ആക്രമണത്തിന് തൊട്ടു മുൻപാണ് മുംബൈയിലെ ഓഫീസ് ഉപേക്ഷിച്ച് റാണ കാനഡയിലേക്കും ഹെഡ്ലി അമേരിക്കയിലേക്കും മടങ്ങിയത്. ഇരുവരും പോയി 3 ആഴ്ചയ്ക്കുള്ളിൽ താജ് ഹോട്ടൽ ആക്രമിക്കപ്പെട്ടു. ലഷ്കർ ഇ തൈബ നടത്തിയ ആക്രമണം എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും ISI തന്നെയാണ് പിന്നിൽ എന്നാണ് ആരോപണം. റാണ വഴി ഹെഡ്ലിയും ISIയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഇന്ത്യയുടെ നിഗമനം. ഭീകരപ്രവർത്തനത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലഹരി കടത്തിയ കേസുകളും ഹെഡ്ലിയുടെ പേരിലുണ്ട്. ഭീകരപ്രവർത്തനത്തിന് പണം കണ്ടെത്താനായിരുന്നു ലഹരിക്കടത്ത് എന്നാണ് അമേരിക്കയിലെ കുറ്റപത്രം. തഹാവൂർ റാണ ചെയ്ത ഓരോ കുറ്റവും തെളിയിക്കാൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൂടി ലഭിക്കണം എന്നതാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി. തഹാവൂർ റാണ ഒറ്റയ്ക്കല്ല ഈ ആസൂത്രണം നടത്തിയത്. ഓരോ ഘട്ടത്തിലും ഹെഡ്ലി പങ്കെടുത്തിരുന്നു. റാണയേക്കാൾ കൂടുതൽ വലിയ കുറ്റവാളി ഹെഡ്ലിയാണ് താനും. ഹെഡ്ലിയുടെ മൊഴിയില്ലാതെ റാണ ചെയ്ത ഒരു കുറ്റവും തെളിയിക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ളത് അമേരിക്ക ഹെഡ്ലിക്കെതിരെ നൽകിയ കുറ്റപത്രമാണ്. ഇതിനു പുറമെ ഓൺലൈനായി ഹെഡ്ലിയെ ഇന്ത്യ വിചാരണയും ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താൻ കഴിയൂ. ഹെഡ്ലിയും റാണയും ഉപകരണങ്ങൾ മാത്രമാണ്. ഇവർക്ക് മുകളിലിരുന്ന് ഇന്ത്യക്കെതിരെ ആക്രമണം ആസൂത്രണം ചെയ്തയാൾ ശരിക്കും ഈ ചിത്രത്തിന് വെളിയിലാണ്. പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ ഡോക്ടറായ റാണയുടെ പിന്നിൽ ലഷ്കർ അല്ല, പാകിസ്ഥാൻ തന്നെയാണെന്നാണ് ഇന്ത്യയുടെ ആരോപണം.
അത് തെളിയിക്കാനുള്ള പിടിവള്ളിയാണ് റാണ. റാണയിൽ നിന്നും ഇനി ലഭിക്കുന്ന മൊഴികളായിരിക്കും പാകിസ്ഥാനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾക്കുള്ള തെളിവ്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.